Bhakta Vrinda, Jaya Jaya Sri Chaitanya, Jaya Nityananda, Shri Advaita Chandra, Jaya Gaura Bhakta Vrinda, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Maya-Timirandasya Jnana-Anjana Shalakaya Chakshushunmilitamena Tasmai Shri Gurave Namaha. Namo Vishnupadaya Krishna Prishtaya Bhudare Srimade Jayapataya Somanithanamane Namah Acharya-Pataya Nitaya Kripapatayine Gaura-Katha Namadhamadhaya Nagara-Gramatarine. Namo Vishnupadaya Krishna Prishtaya Bhudare Srimade Bhakti-Vedanta Somanithanamane Namaste Sarasade Deve Gauravani Pracharine Nirvishesha Shunyavati Pashyata Deshatarine. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shivasadi Gaura Bhakta Vrinda. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna. കാണാലോ കേക്കാലോ അല്ലേ? കേൾക്കാം മാതാജി. കാണാം. ഓക്കെ. അപ്പൊ ഈ ചൈതന്യ ചരിതാമൃതം പഠിക്കുന്ന ഈ ഒരു ഉദ്യമം അത് വളരെ സന്തോഷം നൽകുന്ന ഒരു ഉദ്യമമാണ്. ചൈതന്യ ചരിതാമൃതം പുസ്തകം മലയാളത്തില് അത് വായിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷം. കാരണം കോവിഡ് സമയത്തും ചൈതന്യ ചരിതാമൃതം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. അന്ന് കാലത്ത് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ കുറച്ച് ഇംഗ്ലീഷിൽ വായിച്ച് തർജ്ജമ ചെയ്ത് അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മാതാജിമാരുടെ ഒരു ഗ്രൂപ്പ്. നമ്മളത് ഇംഗ്ലീഷ് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയുന്നവർ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും. അങ്ങനെ അപ്പൊ ഇപ്പൊ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പൊ അതിന്റെ അത്ര ചെറിയ സേവ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അത് വളരെ എടുത്തു വെച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ വളരെ സന്തോഷം. ഇന്ന് മാതാജി ഞാൻ സ്ക്രീൻ ഷെയർ ഇട്ടെ ആ അയച്ചെന്ന സാധനം എന്നെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? ഐശ്വര്യമാജി ഹരിബോൾ. നോക്കട്ടെ. ഇല്ല, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഹോസ്റ്റ് ആക്കിയാൽ ഞാൻ വായിക്കേണ്ട ഭാഗം സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഐശ്വര്യമായി ഇവിടെ ഉണ്ടോ? ഓക്കെ, നമുക്ക് അപ്പൊ മാജിക്ക് കേൾക്കുന്നില്ല, നേരിട്ട് വായിക്കാം. അപ്പൊ ഒരു അവതാരികയുടെ കുറച്ച് ഭാഗങ്ങളാണ് എന്നോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 13ാമത്തെ പേജ് മുതലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അല്ല, 12ാമത്തെ പേജ് മുതൽ ഞാൻ വായിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരി. ഭഗവത് പ്രേമം എന്ന പദസമുച്ചയം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ ഭഗവത് പ്രേമം എത്രത്തോളം വളർത്താൻ കഴിയുമെന്നുള്ളത് വൈഷ്ണവ തത്വശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഭഗവത് പ്രേമത്തിന്റെ സൈദ്ധാന്തിക ജ്ഞാനം പല സ്ഥലങ്ങളിലും പല വൈദിക ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. എന്നാൽ ഭഗവാനോടുള്ള ആ സ്നേഹം വാസ്തവത്തിൽ എന്താണെന്നും എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താമെന്നും വൈഷ്ണവ സാഹിത്യങ്ങളിൽ കാണാൻ കഴിയും. ഭഗവത് പ്രേമത്തിന്റെ ഏറ്റവും അതുല്യവും ഉന്നതവുമായ വികാസമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ നൽകപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ചൈതന്യ മഹാപ്രഭു തരുന്ന ഈ ടോപ്പ് മോസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഭഗവത് പ്രേമം എന്ന് പറയുന്നത് നമുക്ക് വേറെ എങ്ങും കേൾക്കില്ല. നമ്മള് ചിന്മയുടെ ഭാഗവതം ക്ലാസ്സിൽ പോയാലോ അല്ലെ, അപ്പൊ അദ്വൈതം പറയുന്ന സ്ഥലങ്ങളിൽ പോയാലോ ഒന്നും, യോഗ ചെയ്യുന്ന യോഗികളുടെ ഇടയിൽ പോയാലോ ജ്ഞാനികളുടെ ഇടയിൽ പോയാലോ ഒന്നും ഭഗവത് പ്രേമം എന്ന വാക്ക് കേൾക്കില്ല. പക്ഷെ ഒരു ആത്മാവിന്റെ കാതലായിട്ടുള്ള സാധനമാണ് ഭഗവത് പ്രേമം. ലവ്, ഭഗവാനെ പ്രേമിക്കുക എന്ന് പറയുന്നത് വളരെ കാതലായിട്ടുള്ളൊരു ഇമോഷൻ ഓഫ് ദ സോൾ ആണ്. അപ്പൊ സോള് ഇമോഷൻലെസ് അല്ല, ആത്മാവ് വികാരമില്ലാത്തതല്ല. അപ്പൊ ആ ഒരു ടോപ്പ് മോസ്റ്റ് ഇമോഷൻ ഭഗവാനോടുള്ള പ്രേമം എന്ന് പറയുന്നത് പഠിപ്പിച്ചു തരുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. അത് മഹാപ്രഭു കൃഷ്ണനെക്കാട്ടിയും കാരുണ്യമയമായിട്ടുള്ള അവതാരമാണെന്ന് പറയുന്നത് അതാണ്. വളരെ എളുപ്പത്തിലാണ് കൃഷ്ണപ്രേമം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യമാക്കി തന്നിട്ടുള്ളത് അല്ലെ. അതാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഈ ഭൗതിക ലോകത്തിലും നമുക്ക് ഒരല്പം സ്നേഹം അനുഭവിച്ചറിയാൻ കഴിയും. എങ്ങനെയാണ് അതിന് സാധിക്കുക? ഭഗവാനോടുള്ള നമ്മുടെ ആദിമമായ സ്നേഹത്തിന്റെ സാന്നിധ്യം മൂലമാണ് അത്.
ഈ ബദ്ധ ജീവിതത്തിൽ നാം നമ്മുടെ അനുഭവത്തിൽ എന്തെല്ലാം ദർശിക്കുന്നുവോ അതെല്ലാം സകലതിന്റെയും ആത്യന്തിക സ്രോതസ്സായ ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരുഷനുമായുള്ള നമ്മുടെ ആദിമ ബന്ധത്തിൽ യഥാർത്ഥ സ്നേഹമുണ്ട്. ആ സ്നേഹം തന്നെയാണ് ഭൗതിക അവസ്ഥകളിലൂടെ തലതിരിഞ്ഞ് പ്രതിബിംബിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സ്നേഹം അനുസ്യൂതവും അനന്തവുമാണ്. പക്ഷേ ആ സ്നേഹം ഈ ഭൗതിക ലോകത്തിൽ തലതിരിഞ്ഞ് പ്രതിബിംബിക്കുന്നതിനാൽ അതിന്റെ നിരന്തരത്വം നഷ്ടപ്പെടുകയും അത് മാദക സ്വഭാവമുള്ളതാവുകയും ചെയ്യുന്നു. നമുക്ക് യഥാർത്ഥ അതീന്ദ്രിയ പ്രേമം വേണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ സ്നേഹം പരമസ്നേഹാർഹനായ കൃഷ്ണനിലേക്ക് തിരിച്ചുവിടണം. കൃഷ്ണാബോധത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. അപ്പൊ കൃഷ്ണാബോധത്തിന്റെ അടിസ്ഥാന തത്വം ആയിട്ട് ഇത് പറയാണ്. അതായത് നമുക്ക് സ്നേഹിക്കാനുള്ള ഒരു പൊട്ടൻസി അല്ലെങ്കിൽ ഒരു പ്രൊപ്പൻസിറ്റി ഉണ്ട്. അത് ആത്മാവിന്റെ കാതലായിട്ടുള്ള വികാരമാണ്. അത് പക്ഷേ നമ്മൾ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ നമ്മൾ പലതിനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് സ്നേഹമൊക്കെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവാറില്ല. ഇപ്പൊ ഒരു ഭാര്യമാരോട് ചോദിച്ചാൽ പറയും ഭർത്താവിന്റെ സ്നേഹം പോരാന്ന് പറയും. ഭർത്താവിനോട് ചോദിച്ചാൽ പറയും ഭാര്യ സ്നേഹിക്കുന്നത് പോരാന്ന് പറയും, അല്ലേ? സുഹൃത്തുക്കളോട് ചോദിച്ചാൽ പറയും ആ സുഹൃത്തിന് എൻ്റെ അടുത്ത് അത്ര സ്നേഹം ഇല്ലാന്ന് പറയും. അപ്പൊ അത്തരത്തില് ആരും സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണാറില്ല. കാരണം ആത്മാവിന്റെ ആ ഒരു സ്നേഹിക്കാനുള്ള പ്രവണത അത് ഡയറക്റ്റ് ചെയ്ത് കൃഷ്ണനിലേക്ക് പോയിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു സമയത്ത്. അപ്പൊ ഭഗവാനെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ കൂടെ എല്ലാവരും, ഭഗവാനെ സ്നേഹിച്ചു കഴിയുമ്പോൾ എല്ലാ ജീവജാലങ്ങളെയും. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ലെവലിലേക്ക് വളരുമ്പോഴാണ് ശരിക്കും ഒരു ഭഗവാനിലേക്ക് തിരിച്ചു വിടുമ്പോഴാണ് ഒരു ആത്മാവിന് സന്തോഷവും തൃപ്തിയും അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് അനുഭവിക്കാത്തപ്പോ, ഭഗവാനിലേക്കുള്ള ഒരു പ്രേമത്തിലേക്ക് നമ്മൾ എത്താത്തപ്പോ, നമുക്ക് ആ ഒരു തൃപ്തി കിട്ടാത്തപ്പോ, പക്ഷെ അതിനുള്ളൊരു എല്ലാവർക്കും ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും ആരെങ്കിലും സ്നേഹിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെ? അപ്പൊ പ്രഭുപാദ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട് പട്ടിയും പൂച്ചയും എങ്കിലും സ്നേഹിക്കും. കാരണം എന്താണ്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ഒരു ടെൻഡൻസി വളരെ ബേസിക് ആയിട്ട് എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആത്മാവിന്റെ ടെൻഡൻസി ടു ലവ് ഗോഡ്. ആ ഒരു ഒറിജിനൽ കൃഷ്ണ പ്രേമം അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്നത് എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് പ്രഭുപാദ നമുക്ക് ഈ ഒരു അവതാരികയിൽ കൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ഭൗതിക അവബോധത്തിൽ നാം ഒട്ടും സ്നേഹയോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. നാം നമ്മുടെ സ്നേഹം പൂച്ചകൾക്കും നായ്ക്കൾക്കും നൽകി മരണസമയത്ത് അവയെ ചിന്തിക്കേണ്ടി വരികയും തൽഫലമായി പൂച്ചകളുടെയും നായ്ക്കളുടെയും കുടുംബത്തിൽ ജനിക്കേണ്ടി വരികയും ചെയ്യുന്ന അപകടമുണ്ടാകുന്നു. മരണസമയത്തെ നമ്മുടെ അവബോധമാണ് നമ്മുടെ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത്. വേദശാസ്ത്രങ്ങൾ ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിൽ കാർക്കശ്യം പുലർത്തുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് വളരെയധികം ആസക്തി ഉള്ളവളാകുന്ന പക്ഷം മരണസമയത്ത് അവൾ അവനെക്കുറിച്ച് ചിന്തിക്കുകയും അടുത്ത ജീവിതത്തിൽ ഒരു പുരുഷ ശരീരത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. പൊതുവെ ഒരു പുരുഷന്റെ ജീവിതം സ്ത്രീയുടെ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം പുരുഷന് ആധ്യാത്മിക ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് കൂടുതൽ സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പാരഗ്രാഫിലുണ്ട്. അതായത് ഇപ്പൊ പൂച്ചയെ സ്നേഹിക്കുന്നത് തെറ്റാണോ, പട്ടിയെ സ്നേഹിക്കുന്നത് തെറ്റാണോ? പൂച്ചയും പട്ടിയെയും സ്നേഹിക്കുന്നത് തെറ്റാണ് എന്നുള്ളതല്ല, പക്ഷെ ഇൻ കണക്ഷൻ, അല്ലെ, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് ഭഗവാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ശിവാനന്ദ സേനന്റെ നായ്ക്ക് ചൈതന്യ മഹാപ്രഭു തന്നെ സ്വന്തം കൈകൊണ്ട് പ്രസാദം വായിൽ വെച്ചു കൊടുക്കുമായിരുന്നു, അല്ലെ? അപ്പൊ പട്ടിയെ സ്നേഹിക്കുന്നതല്ല തെറ്റ്, പക്ഷെ അത് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഇൻ കണക്ഷൻ വിത്ത് ഭഗവാനെ സ്നേഹിച്ചിട്ട് അപ്പോ കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മുടെ സ്നേഹം ഒഴുകിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നതിൽ തെറ്റ് വരുന്നില്ല. പക്ഷെ ആ ഒരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരുമ്പോൾ അതിനുള്ള അപകടം പറയാണ്. മരണസമയത്ത് നമ്മളിപ്പോ ആ പട്ടിയെ കുറിച്ച് ചിന്തിച്ചിട്ട് മരിക്കുന്നു, അല്ലെങ്കിൽ പൂച്ചയെ കുറിച്ച് ചിന്തിച്ചിട്ട് മരിക്കുന്നു. അപ്പൊ ആ ഒരു പട്ടിയുടെ കുടുംബത്തിൽ പോയി ജനിക്കുന്നു, പൂച്ചയുടെ കുടുംബത്തിൽ പോയി. അപ്പൊ അതൊക്കെ വലിയൊരു അപകടമാണ് എന്ന് നമുക്ക് ശ്രീല പ്രഭുപാദർ ആചാര്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അവസാനത്തെ വരി പറഞ്ഞു, സ്ത്രീയുടെ ശരീരത്തെക്കാട്ടി പുരുഷ ശരീരത്തിലാണ് ആധ്യാത്മികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു ആത്മീയമായി ബോധം വന്ന ഒരു സ്ത്രീയെ ശ്രീല പ്രഭുപാദർ നമുക്ക് കാണാം. ഇസ്കോണിന്റെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീല പ്രഭുപാദർ എല്ലാ രീതിയിലും അല്ലെ വൈഷ്ണവിമാർക്ക് അക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് അഗൈൻ അത് ഒരു സാധാരണ സ്ത്രീയോ അല്ല, ഒരു ഭഗവാനെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സ്ത്രീ അല്ല. അപ്പൊ അതൊരു സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ക്രിറ്റിസിസമാണ്. പ്രഭുപാദ സ്ത്രീകളെ താഴ്ത്തി കാണിക്കുന്നു പറഞ്ഞിട്ട് പലപ്പോഴും കേൾക്കുന്ന ഒരു ക്രിറ്റിസിസമാണ്.
പക്ഷെ അതിന് ഒരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. റൈറ്റ്, ഒരു പ്രാവശ്യം ഒരു ക്ലാസ്സിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഒരു കാർ ഉണ്ടെങ്കിൽ, ഒരു സ്പോർട്സ് കാറും ഉണ്ട്, ഒരു നാനോ കാറും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ട് കാറിനും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ സ്പോർട്സ് കാറിന് പോകാൻ പറ്റുന്നത് പോലെ നാനോ കാറിന് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ജീവാത്മാവ് സ്ത്രീയോ അല്ല, ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് സ്ത്രീയോ, പുരുഷ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് പുരുഷനോ അല്ലല്ലോ. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വെഹിക്കിൾ എന്താണോ, ഓരോ വെഹിക്കിളിനും എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വ്യത്യാസമുണ്ട്. എങ്കിലും കൃഷ്ണാബോധത്തിൽ വന്നു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി കൃഷ്ണാബോധം പാലിച്ച് നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അവിടെ വേറെ വേർതിരിവുകളില്ല. എന്നാൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ വിവേചനം കൽപ്പിക്കാത്ത കൃഷ്ണാബോധ പ്രക്രിയ ഏവർക്കും അതീവ ഹൃദ്യമാണ്. അപ്പൊ തൊട്ടടുത്ത് പ്രഭാത അത് പറയാണ് അല്ലെ, കൃഷ്ണാബോധ പ്രക്രിയ എല്ലാവർക്കും പോസിബിൾ ആണ്, സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഒരു വിവേചനമില്ല. ഭഗവത്ഗീത 9:32 ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, എന്നെ ആശ്രയം പ്രാപിക്കുന്ന ഏതൊരുവനും ഒരു സ്ത്രീയോ ശൂദ്രനോ വൈശ്യനോ അല്ലെങ്കിൽ അധമ ജന്മത്തിലുള്ള മറ്റാരെങ്കിലും ആയാലും എന്റെ സഹവാസം നേടുമെന്ന് ഉറപ്പാണ്. ഇത് കൃഷ്ണന്റെ വാഗ്ദാനമാണ്. അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഇതിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചൈതന്യ മഹാപ്രഭു ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ, ഇപ്പൊ ബ്രാഹ്മണന്മാർക്ക് മാത്രം അങ്ങനെയൊന്നും അല്ലല്ലോ. ചൈതന്യ മഹാപ്രഭു ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ, ഈവൻ കുഷ്ഠരോഗം പിടിച്ച വ്യക്തിയാണെങ്കിലോ ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം സ്നേഹം കൊടുക്കുകയും അവർക്ക് കൃഷ്ണപ്രേമം കൊടുക്കുന്നതിനൊന്നും അങ്ങനത്തെ വേർതിരിവുകൾ ഒന്നും തന്നെ മഹാപ്രഭു കാണിക്കുന്നുണ്ട്. വളരെ ഒരു സാമൂഹികപരമായിട്ടുള്ള വിപ്ലവം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദൈവശാസ്ത്രങ്ങളിലും ഭഗവത് പ്രേമത്തെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ഉണ്ടായിരിക്കുമെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മെ അറിയിക്കുന്നു. എന്നാൽ എന്താണ് ഭഗവത് പ്രേമമെന്ന് വാസ്തവത്തിൽ ആർക്കും അറിയില്ല. പക്ഷേ ഒരു വ്യക്തിയെ ഭഗവത് പ്രേമത്തിന്റെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള വേദശാസ്ത്രങ്ങൾ വ്യത്യസ്തമാണ്. ഇതര ശാസ്ത്രങ്ങൾ ഒരുവന് ഈശ്വരനെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുമെന്ന വിവരം നൽകുന്നില്ല. കൂടാതെ വാസ്തവത്തിൽ ആ ഈശ്വരൻ എന്താണെന്നോ ആരാണെന്നോ നിർവചിക്കുകയോ വിവരിക്കുകയോ ചെയ്യുന്നുമില്ല. അവ ദൈവസ്നേഹത്തെ ഔദ്യോഗികമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെ നടപ്പാക്കാമെന്ന കാര്യത്തിൽ അവയ്ക്ക് യാതൊരു ആശയവുമില്ല. എന്നാൽ യുഗളപ്രേമ ബന്ധത്തിൽ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പ്രായോഗികമായി കാണിച്ചു തരുന്നു. ശ്രീമതി രാധാറാണിയുടെ ഭൂമിക സ്വീകരിച്ച അവിടുന്ന് കൃഷ്ണനെ രാധ സ്നേഹിച്ചിരുന്നത് പോലെ സ്നേഹിക്കാൻ ശ്രമിച്ചു. കൃഷ്ണൻ എല്ലായ്പ്പോഴും രാധയുടെ പ്രേമത്തിൽ അമ്പരന്നിരുന്നു. ഇത്രയും ആനന്ദം എനിക്ക് നൽകാൻ രാധയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ഭഗവാൻ ചോദിക്കും. രാധയെ മനസ്സിലാക്കുന്നതിന് കൃഷ്ണൻ അവളുടെ ഭാവത്തിൽ ജീവിക്കുകയും തന്നെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര രഹസ്യം ഇതാണ്. അവിടുന്ന് കൃഷ്ണനാണ്, പക്ഷേ കൃഷ്ണനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് കാണിച്ചു തരാൻ അവിടുന്ന് രാധാറാണിയുടെ സ്ഥാനവും ഭാവവും സ്വീകരിച്ചിരിക്കുന്നു. അപ്രകാരം ഗ്രന്ഥകാരൻ 5-ാം ശ്ലോകത്തിൽ എഴുതുന്നു, രാധാസ്മരണയിൽ മഗ്നനായ പരമപുരുഷന് ഞാൻ എൻ്റെ ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പൊ ഈ ഭഗവാന്റെ അവതാര ഒരു ഉദ്ദേശം ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് അല്ലെ. രാധാറാണിക്ക് എങ്ങനെയാണ് എന്നെ ഇത്ര അധികം സ്നേഹിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചിന്ത കൃഷ്ണൻ ഉണ്ടാകുന്നത്. അങ്ങനെ രാധാറാണിയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കൃഷ്ണൻ വരും. അതോടൊപ്പം തന്നെ അങ്ങനെ രാധാറാണിയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കൃഷ്ണപ്രേമം പാലിക്കേണ്ടതെന്ന് നമുക്ക് മോഡൽ ചെയ്ത് കാണിച്ചു തരാം അല്ലെ. കൃഷ്ണനായിട്ട് വന്നിരിക്കുമ്പോൾ മോഡലിംഗ് ഇല്ല. ചൈതന്യ മഹാപ്രഭു ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് കൃഷ്ണപ്രേമം നമ്മൾ ആചരിക്കേണ്ടത് എന്നത്. ഇതാകട്ടെ ആരാണ് ശ്രീമതി രാധാറാണി എന്നും എന്താണ് രാധാകൃഷ്ണ തത്വം എന്നുമുള്ള ചോദ്യം ഉയർത്തുന്നു. വാസ്തവത്തിൽ രാധാകൃഷ്ണൻ എന്നത് പ്രേമത്തിന്റെ വിനിമയമാണ്, എന്നാൽ സാധാരണ പ്രേമത്തിന്റെ അല്ല. കൃഷ്ണന് അളവറ്റ ശക്തികളുണ്ട്. അവയിൽ 3 ശക്തികൾ മുഖ്യമാണ്: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അന്തരംഗ ശക്തിയിൽ 3 വിഭാഗങ്ങളുണ്ട്: സംവിത്, ഹലാദിനി, സന്ധിനി, ഹ്ലാദിനി ശക്തി. കൃഷ്ണന്റെ ആഹ്ലാദ ശക്തിയാണ്. ആഹ്ലാദം തേടുന്ന ഈ ശക്തി എല്ലാ ജീവസത്തകൾക്കുമുണ്ട്. കാരണം എല്ലാ ജീവജാലങ്ങളും സന്തോഷം നേടാൻ ശ്രമിക്കുന്നു. ജീവസത്തയുടെ സഹജമായ സ്വഭാവമാണിത്. ഇപ്പോൾ നാം ഭൗതിക അവസ്ഥയിലുള്ള
ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആഹ്ലാദ ശക്തി ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. ശാരീരിക സമ്പർക്കത്തിലൂടെ ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് സന്തോഷം നേടാൻ നാം ഉദ്യമിക്കുന്നു. എന്നാൽ ശാശ്വതമായി ആത്മീയ വിധാനത്തിലുള്ള കൃഷ്ണനും ഈ ഭൗതിക തലത്തിൽ സന്തോഷം നേടാൻ ശ്രമിക്കുന്നുണ്ടെന്ന അബദ്ധപൂർണമായ ആശയത്തെ നാം സ്വീകരിക്കരുത്. ഭൗതിക ലോകത്തെ ദുരിതപൂർണവും അസ്ഥിരവുമായ സ്ഥലമായിട്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ചിത്രീകരിച്ചിട്ടുള്ളത്. പിന്നെ എന്തിന് അവിടുന്ന് ഭൗതിക പദാർത്ഥത്തിൽ സന്തോഷം തരണം? പരമാത്മാവായ അവിടത്തെ ആനന്ദം ഭൗതിക സങ്കല്പങ്ങൾക്ക് അതീതമാണ്. മാതാജി എനിക്ക് അയച്ചു തന്നത് എതുവരെയാണ് എന്നൊന്ന് നോക്കിക്കോട്ടെ. ഞാൻ എതുവരെയാണെന്ന് പറയാൻ ഉള്ളത്. ഓക്കെ, ഓക്കെ, ഞാൻ പറയേണ്ടിരുന്ന ഭാഗങ്ങളല്ല പറഞ്ഞതെന്ന് തോന്നുന്നു. ആരും എന്നോടൊന്നും പറഞ്ഞതുമില്ല. അപ്പൊ ഭക്തിയുദ്ധ സേവനത്തിനും ഈശ്വര സാക്ഷാത്കാരത്തിനും വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. കർശനമായി പറഞ്ഞാൽ ഈശ്വരന്റെ അസ്തിത്വം അംഗീകരിക്കുന്ന ഏതൊരുവനും ഭക്തിയുദ്ധ സേവനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദൈവം മഹാനാണെന്ന് അംഗീകരിക്കുന്നത് നല്ലൊരു തുടക്കമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം പോരാ. നമുക്ക് ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഈശ്വരന്റെ സുഹൃത്തോ രക്ഷിതാവോ അല്ലെങ്കിൽ കാമുകനോ ആയി തീരാനും കഴിയുമെന്ന് ആചാര്യൻ എന്ന നിലയിൽ ചൈതന്യ മഹാപ്രഭു നമ്മെ പഠിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്റെ വിശ്വരൂപം അർജുനനെ ദർശിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ അർജുനൻ അവിടുത്തെ പരമപ്രിയ മിത്രമായിരുന്നു. കൃഷ്ണനെ പ്രപഞ്ചത്തിന്റെ ഈശ്വരനായി ദർശിച്ചതിനു ശേഷം അർജുനൻ തന്റെ സുഹൃത്ത് ബന്ധത്തിന്റെ സുപരിചിതത്വം മൂലം ചെയ്തു പോയതെല്ലാം പൊറുക്കണമെന്ന് കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. ശ്രീ ചൈതന്യൻ ഈ ബന്ധത്തിന്റെയും നിലവാരത്തെ അതിക്രമിക്കുന്നു. ശ്രീ ചൈതന്യനിലൂടെ നമുക്ക് കൃഷ്ണന്റെ സുഹൃത്തുക്കളാകാൻ കഴിയും. ആ ബന്ധത്തിന് യാതൊരു പരിമിതിയുമില്ലാത്ത രീതിയിൽ കേവലം ഭയഭക്തിയിലോ ആരാധനാഭാവത്തിലൂടെയോ അല്ല, സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ നമുക്ക് കൃഷ്ണനോട് സുഹൃത്ത് ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഭഗവാനോട് മാതൃഭാവത്തിലും പിതൃഭാവത്തിലും വാത്സല്യ ബന്ധം പുലർത്താനും നമുക്ക് സാധിക്കും. ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ മാത്രമല്ല ശ്രീമദ് ഭാഗവതത്തിന്റെയും തത്വശാസ്ത്രമാകുന്നു. ഈശ്വരനെ ഒരു ഭക്തന്റെ പുത്രൻ എന്ന നിലയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു തത്വശാസ്ത്രം ലോകത്തിൽ എവിടെയുമില്ല. സാധാരണയായി ഈശ്വരൻ തന്റെ പുത്രന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പിതാവായാണ് കരുതപ്പെടുന്നത്. എന്നാൽ മഹാഭക്തന്മാർ അവരുടെ ഭക്തിയുത സേവന നിർവഹണത്തിൽ ചിലപ്പോൾ ഈശ്വരനെ അവരുടെ പുത്രനായി കാണുന്നു. പുത്രൻ ആവശ്യപ്പെടുന്നു, മാതാപിതാക്കൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അപ്രകാരം കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് നൽകുമ്പോൾ ഭക്തൻ ഒരു പിതാവിനെയോ മാതാവിനെയോ പോലെ ആയിത്തീരുന്നു. ഇങ്ങോട്ടൊന്നും കാംക്ഷിക്കാതെ ഇവിടെ നാം ഈശ്വരന് അങ്ങോട്ട് നൽകുകയാണ്. കൃഷ്ണന്റെ മാതാവായ യശോദ ഈ ബന്ധത്തിലാണ് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞത്: ഇത് ഭക്ഷിക്കൂ, ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും, നന്നായി ഭക്ഷിക്കൂ. ഈ വിധത്തിൽ എല്ലാറ്റിന്റെയും ഉടമസ്ഥനെങ്കിലും അവിടുന്ന് ഭക്തന്മാരുടെ കാരുണ്യത്തെ ആശ്രയിക്കുന്നു. താൻ കൃഷ്ണന്റെ പിതാവോ മാതാവോ ആണെന്ന് ഒരു ഭക്തൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഈ ബന്ധം അസാധാരണമാം വിധം ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. എന്നാൽ കൃഷ്ണൻ ഒരുവനെ കാമുകനായി കാണാമെന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശം. ഓക്കെ, ഇത് ഞാൻ വായിച്ചു വന്നതിൽ ഒരു പ്രശ്നം പറ്റിയതാണ്. ഇപ്പൊ പേജ് എവിടെയാണെന്നുള്ള ക്ലാരിറ്റി വന്നോ? എനിക്ക് തോന്നുന്നു ഞാൻ 12ാമത്തെ പേജ് മുതലാണ് വായിച്ചത്. ഒരു പാരഗ്രാഫും കൂടെ വായിക്കുമ്പോൾ ഞാൻ വായിച്ചു തുടങ്ങിയ ഭാഗം വരെ എത്തും. അതുകൂടെ വായിക്കാം. എന്നാൽ കൃഷ്ണനെ ഒരുവന്റെ കാമുകനെ കാണാമെന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശമാണ് അവിടുത്തെ ഏറ്റവും മഹത്തായ വരദാനം. ഈ ബന്ധത്തിൽ ഭക്തനോട് അങ്ങേയറ്റം ആസക്തനാകുന്ന ഭഗവാൻ ആ ഭക്തന്റെ സ്നേഹം തിരിച്ചു നൽകുന്നതിൽ തന്റെ അസമർത്ഥത പോലും പ്രകടിപ്പിക്കുന്നു. വൃന്ദാവനത്തിലെ ഇടയ പെൺകുടികളായ ഗോപികമാരുടെ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം കൃഷ്ണൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചു നൽകാൻ സാധിക്കുന്നില്ല, കൃഷ്ണൻ അവരോട് പറഞ്ഞു. പകരം നൽകാൻ എന്റെ പക്കൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഇതിനു മുമ്പ് മറ്റൊരു അവതാരമോ ആചാര്യനോ നൽകിയിട്ടില്ലാത്ത കാമുക ബന്ധത്തിന്റെ തലത്തിലുള്ള ഈ ഉന്നതവും അത്യുത്കൃഷ്ടവുമായ ഭക്തിയുത സേവനം ചൈതന്യ മഹാപ്രഭുവിനാൽ നൽകപ്പെട്ടു. അതിനാൽ കൃഷ്ണദാസ കവിരാജൻ തന്റെ ഗ്രന്ഥത്തിന്റെ 4ാം ശ്ലോകത്തിൽ ശ്രീല രൂപഗോസ്വാമിയെ ഉദ്ധരിച്ചെഴുതുന്നു: ചൈതന്യ മഹാപ്രഭു സ്വർണവർണ്ണത്തിലുള്ള കൃഷ്ണനാണ്,
ശച്ചി മാതാവിന്റെ പുത്രനാകിയാൽ ശച്ചി നന്ദനുമാണ്. പരമ ഔദാര്യവാനാണ് അവിടുന്ന്. എന്തെന്നാൽ പരിശുദ്ധ കൃഷ്ണപ്രേമം എല്ലാവർക്കും നൽകുന്നവനാണ്. നൽകുവാനാണ് അവിടുന്ന് വന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും സ്വഹൃദയങ്ങളിൽ അവിടത്തെ സൂക്ഷിക്കുമാറാകട്ടെ. അവിടുന്നിലൂടെ കൃഷ്ണനെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? ആരെയും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരിബോൾ. ശരി, ആകെ ഒരു പിന്നെ എന്താ പറയാ, പിന്നെ അദ്വൈതവാദികളാണോ നമ്മളെന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ. ആരെയും കാണുന്നില്ല, കേൾക്കുന്നില്ല, ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും വായിച്ചു തുടങ്ങിയാൽ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷെ അവിടെ വരെ വായിച്ച് നമ്മൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഇത്രയും ഭാഗത്തിലായിട്ട് പറഞ്ഞു വരുന്നത് മഹാപ്രഭു നമുക്ക് ഭഗവാനുമായുള്ളൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഉള്ളൊരു ട്രെയിനിങ് പഠിപ്പിച്ചു തരാണ്. പക്ഷെ ഈ ഭഗവാനുള്ള ബന്ധം നമുക്കറിയാം. ഏതൊക്കെ രീതിയിലാണ് ഭഗവാനായിട്ട് നമുക്ക് ഒരു ഭക്തന് ബന്ധമുണ്ടാകാൻ സാധിക്കുന്നത്? പ്രധാനപ്പെട്ട 5 രീതികൾ ഏതൊക്കെയാണ്? ആർക്കെങ്കിലും പറയാമോ? വാത്സല്യം, മാധുര്യം, സഖ്യം, ദാസ്യം. അല്ലേ? ദാസ്യം, സഖ്യം, ശാന്തരസം. ശാന്തരസം വിട്ടു. ഓക്കെ. അപ്പൊ ഇതില് ഈ രീതിയിലൊക്കെ നമുക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷേ ചൈതന്യ മഹാപ്രഭു നമുക്ക് എന്താണ് ആക്ച്വലി തരുന്നത്? ആ ഒരു കോൺജിഗൽ ലവ് അല്ലെ, അതായത് മാധുര്യരസം, ഭഗവാനുമായിട്ടുള്ള മാധുര്യരസം, അതാണ് ടോപ്പ് മോസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഓരോ രസത്തിനെയും ആഡ് ചെയ്ത് വരും. ഇപ്പൊ ഏറ്റവും ആദ്യം ശാന്തരസം പറഞ്ഞു, അതിന്റെ മുകളിൽ ദാസ്യരസം ഉണ്ട്, ദാസ്യത്തിലുള്ളതും കൂടെയാണ് സഖ്യത്തിലുണ്ട്, ദാസ്യവും സഖ്യം കൂടെ ചേർന്ന് വാത്സല്യത്തിലുണ്ട്. അപ്പൊ ഏറ്റവും ടോപ്പാണ് മാധുര്യരസം എന്ന് പറയുന്നത്. ഈ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അത് എന്താ പ്രേമരസം മാതാജി, കേൾക്കുന്നില്ല? പ്രേമരസം. അതെ, ആ ഒരു പ്രേമരസം ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ അത് ഈ ഒരു ടോപ്പ് മോസ്റ്റ് ആണ്, നമുക്ക് വേറെ എങ്ങൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഈവൻ ഭഗവത്ഗീതയിൽ പോലും അത് പറഞ്ഞു തരുന്നില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുന്ന സമയത്താണ് ഭഗവാൻ ഇത്രയും കാരുണ്യമായനായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഗോപികമാർക്ക് കൃഷ്ണനോടുള്ള ആ ഒരു പ്രേമരസം അത് കാണിച്ചു തരാൻ, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാൻ. ഇപ്പൊ ഭഗവത്ഗീതയിലെ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഇതിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, ഇൻട്രൊഡക്ഷനിലോ എന്താ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു കുട്ടിയെ ടീച്ചർ പഠിപ്പിക്കുമ്പോ, സ്കൂളിൽ കുട്ടിക്ക് നമുക്ക് ടീച്ചർ ആദ്യം പഠിപ്പിക്കണം എ പറയൂ, ബി പറയൂ. അപ്പൊ എ ബി സി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ കൃഷ്ണന്റെ നാമം ജപിക്കാനും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനും അതിലൂടെ അർപ്പണം അല്ലെ, നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് ആ ഒരു കൃഷ്ണ പ്രേമരസം അനുഭവിക്കാനുള്ള പാകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്ന് പടിപടിയായിട്ട് ABC പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തരികയാണ് ചൈതന്യ മഹാ. അപ്പൊ ആ ഒരു അവതാരത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നീട് പറഞ്ഞു ഈ ഒരു സാധാരണ നമ്മളിപ്പം ഭഗവാൻ ദൈവവുമായിട്ടുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ദൈവവുമായിട്ട് എന്ത് റിലേഷൻ ആണ് പൊതുവെ പറയാറ്? ആർക്കെല്ലാം ഒന്ന് പറയാമോ? ഭഗവാനെ എങ്ങനെയാണ് കാണാറ്? ദൈവപുത്രനായിട്ട്. ദൈവപുത്രനാണ്. ശരി, ദൈവപുത്രനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ഓക്കെ. പക്ഷെ എനിക്ക് ദൈവവുമായിട്ട് എന്താണ് ബന്ധം? ദൈവം എനിക്കാരാണ്? സംരക്ഷകൻ എന്നുള്ള രീതിയല്ലേ? സംരക്ഷകനാണ് അല്ലേ, പിതാവായിട്ട് പറയാം അല്ലേ. അപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പാട്ട് തന്നെ ഫാദർ വി താങ്ക് ദി എന്നുള്ളതാണ്. ഫാദർ വി താങ്ക് യു, ഫാദർ എന്നുള്ളതാണ് ഒരു പിതാവ് എന്നുള്ളതാണ്. അപ്പൊ അതും ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചു തരുന്ന ഈ ഒരു ഭക്തന്റെ ഭാവവും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈവൻ വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഭക്തന്മാർക്കും ഭഗവാൻ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹയർ ലെവലാണ് അല്ലെ. അത് കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഹയർ ലെവൽ? കാരണം പിതാവായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു കുട്ടിക്ക് പിതാവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി, എനിക്ക് ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട്,
ഇന്ന ആവശ്യങ്ങളൊക്കെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ്. അത് കുറച്ചുകൂടെ ഒരു ലോവർ ലെവലാണ്, ഭക്തിയുടെ കുറച്ചുകൂടെ ലോവർ ലെവലാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു യശോദാമ്മയുടെ ഒരു എക്സാമ്പിൾ പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പൊ യശോദ മാതാവ് ഒരിക്കലും കൃഷ്ണൻ എനിക്ക് എന്ത് തരും എന്ന് ആലോചിക്കുന്നില്ല, അല്ലേ? കൃഷ്ണൻ ഭഗവാനാണ്, ഭഗവാൻ വന്ന് എന്റെ മോനായിട്ട് ജനിച്ചിരിക്കുകയാണ്, അപ്പൊ എനിക്ക് എന്തൊക്കെ കിട്ടാൻ സാധിക്കും, റൈറ്റ്? ഞാനൊന്ന് ആഗ്രഹിച്ചാല് ദൈവം തന്നെയല്ല എന്റെ വീട്ടിൽ വന്നിരിക്കുകയല്ലേ. അപ്പം നമ്മളാണെങ്കിൽ എന്താ ആഗ്രഹിക്കും? ഒരു സെക്കൻഡ്. ഒന്ന് ആലോചിച്ചു നോക്കും, എന്റെ വീട്ടില് ഭഗവാൻ തന്നെ മോനായിട്ട് വന്ന് ജനിച്ചു എന്ന് വിചാരിക്കാൻ, എന്തായിരിക്കും നമ്മുടെ ഒരു റിയാക്ഷൻ? നമ്മൾ അറിയാണ് ഇത് ഭഗവാനാണെന്ന് വിചാരിക്കാൻ. എന്ത് ചെയ്യും നമ്മള്? എന്തൊക്കെ ചിന്തിക്കും? സത്യം പോലെ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നല്ല അഹങ്കാരം ഉണ്ടാവും മാജി. തീർച്ചയായിട്ടും നല്ല അഹങ്കാരം ഉണ്ടാവും, ഉറപ്പായിട്ട്. വേറെ ആരെങ്കിലും പറയോ? ഇനി ഐശ്വര്യമായി സംസാരിക്കാൻ സമ്മതിക്കില്ല. വേറെ ആരെങ്കിലും? ഐശ്വര്യമായി സംസാരിക്കണം കേട്ടോ, വെറുതെ പറഞ്ഞ. വേറെ ആരെങ്കിലും പറയോ? എന്തൊക്കെ ചോദിക്കുമായിരിക്കും? ഞാനാണെങ്കിൽ ചിലപ്പോൾ പലതും ചോദിക്കും, ഇല്ലേ? ദൈവമാണല്ലേ മോനെ വന്നിരിക്കണം, മോനെ നമുക്ക് പിന്നെ ഈ വീട് പോരാ, കുറച്ചൊരു വലിയ വീട് നമുക്ക് ശരിയാക്കിയാലോ, അല്ലെ? ഒരു കാറ് ശരിയാക്കിയാലോ, നമുക്ക് ടെമ്പിളിൽ പോവാനായിട്ട് നമുക്കൊരു, അല്ലെ? എന്തൊക്കെ ചോദിക്കാം. അപ്പൊ മകനോട് നമുക്ക്, മകൻ എന്ന് പറയുന്ന വ്യക്തിയോട് സാധാരണ ഗതിക്ക് നമ്മൾ ഡിമാൻഡ് ചെയ്യാറില്ല. അച്ഛനോടാണ് ഡിമാൻഡ് ചെയ്യുന്നത്. മകനെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഹയർ ലെവൽ ഭക്തിയാണെന്ന് പറയാൻ കാരണം യശോദ മാതാവിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പുത്രൻ മാത്രമാണ്. ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്? ഒരു പുത്രനെ ഞാൻ എങ്ങനെ കെയർ ചെയ്യണം? ഞാൻ പാല് കൊടുത്തില്ലെങ്കിൽ അവന് വിശക്കും, ഇത് കഴിച്ചില്ലെങ്കിൽ നീ മരിച്ചോവും. അപ്പൊ ആ ഒരു ഭാവം എന്ന് പറയുന്ന ഒരു ഹയർ ലെവൽ ഓഫ് ഭാവമാണ്. ഈ ഗോപന്മാര് അതുപോലെ തന്നെയാണ്. ഈ കളിക്കുന്ന സമയത്ത് കൃഷ്ണൻ ഇപ്പൊ ഏതെങ്കിലും രാക്ഷസന്മാരെയൊക്കെ കൊല്ലുകയാണെങ്കിൽ, അർജുനൻ നമ്മൾ ഭഗവത്ഗീതയിൽ അറിയാം, വിശ്വരൂപം കാണിച്ചു കഴിയുമ്പോൾ അർജുനന് വലിയൊരു അങ്കലാപ്പാണ്. ഇത്രയും വലിയ വ്യക്തിയാണല്ലോ ഞാൻ സുഹൃത്തായിട്ടൊക്കെ കരുതിയതെന്ന് വിചാരിച്ചിട്ടല്ലേ. പക്ഷെ എത്ര മാജിക്കുകളാണ് ഗോപന്മാരുടെ മുമ്പിൽ കൃഷ്ണൻ കാണിച്ചത്, എത്ര അസുരന്മാരെയാണ് വധിച്ചത്. അവിടെയൊന്നും അവർക്കൊരു ടെൻഷനും ഇല്ല. ഇത് ദൈവമാണ്, എനിക്ക് എന്റെ കൂടെ കളിക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടെൻഷൻ അവർക്കില്ല. അവരെന്താ ചെയ്യണേ? എന്റെ സുഹൃത്താണ് ഇതൊക്കെ ചെയ്തത്, അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലെ? ആ ഒരു ലെവല് എന്ന് പറയുന്ന ഭക്തിയുടെ ആ ഒരു ലെവല് എന്ന് പറയുന്നത് ഹയർ ലെവലാണ്. അപ്പൊ വ്യത്യസ്തമായ ആ ഒരു വേദിക് സ്ക്രിപ്റ്റേഴ്സിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞു തരുന്ന ഈ ഭക്തിയുടെ ഒരു ഹയർ ലെവൽ, ദൈവത്തിനെ പിതാവായിട്ട് കാണുന്നതിന് പകരം പുത്രനായിട്ടോ സഖാവായിട്ടോ ഒരു കാമുകനായിട്ടോ ഒക്കെ കാണുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്ന ഒരു ഭക്തന് ഭഗവാനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു രസ. അപ്പൊ അത് എന്തിനാണ് ഈ രസ? ബിക്കോസ് എന്തിനാണ് ഈ ഒരു രസം ഉള്ളത്? അതിന്റെ ബെനിഫിറ്റ് എന്താണ്? കൃഷ്ണ എൻജോയ്സ്, അല്ലേ? ഭഗവാൻ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. എപ്പോഴും പോയിട്ട് ഭഗവാൻ അത് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഭയങ്കര ബോറാണ്. പക്ഷെ ഈ ഒരു രസ വേർ ആ ഒരു ഭക്തൻ എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഒരു മാതാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട്, അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട്, ഒരു സഖാവിന്റെ കൂടെ നിന്നിട്ട് കളിക്കാൻ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സെക്കൻഡ് പോലും ഗോപന്മാർക്ക് അയ്യോ ഇത് നമ്മുടെ കൂടെ കളിക്കുന്ന ദൈവമാണെന്ന് കരുതി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കളിയുടെ രസം പോയി. അവരെന്തൊക്കെയാണ് കളിക്കുന്നത്, അല്ലേ? അപ്പൊ അത്തരത്തില് മതിമറന്ന് കളിക്കാൻ കൃഷ്ണന് പറ്റില്ല അവരോട്. അങ്ങനെ ഒരു ലെവലേഷൻ പോലും ദൈവമാണ് കൃഷ്ണൻ എന്ന ചിന്തയില്ലാത്ത ഭക്തന്മാരാണ് ഗോലോക വൃന്ദാവനത്തിലുള്ളത്. ഭഗവാനെ പൂർണ്ണമായിട്ട് മകനായിട്ടോ സഖാവായിട്ടോ കാമുകനായിട്ടോ ഒക്കെ കാണുന്ന, അപ്പൊ ഈ ഓവൻ റെവറൻസിന്റെ ഭയഭക്തിയുടെ ലെവലേഷൻ പോലും ചായ്വില്ലാത്ത ഭക്തന്മാരാണ്. അത്തരത്തിലുള്ള ടോപ്പ് മോസ്റ്റ്, അവരാണ് ഭഗവാന്റെ ടോപ്പ് മോസ്റ്റ് ഭക്തന്മാർ. ആ ടോപ്പ് മോസ്റ്റ് ഭക്തന്മാരിൽ വെച്ചിട്ട് ഗോപികമാരുടെ മാധുര്യ രസമാണ് ടോപ്പ് മോസ്റ്റ്. അതില് ടോപ്പ് മോസ്റ്റ് ആണ് രാധാറാണി. ആ രാധാറാണിയുടെ
ഭഗവാനോടുള്ള ഭക്തിയുടെ ഭാവം ഉൾക്കൊണ്ട് വന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച്, ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിതമാണ് ഈ ഒരു ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പൊ നമ്മളെ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക്, ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധത്തിലേക്ക് ഈ അവതാരികയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പ്രഭുപാദർ ഉയർത്തിക്കൊണ്ടുവരാണ്. അപ്പൊ പ്രഭുപാദർ അപ്പൊ ഈ യശോദമാതാവിന്റെ ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൃഷ്ണനെ കാമുകനായിട്ട് കാണുന്ന ഒരു ഒരു വരദാനം, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കാണുന്ന ഒരു ഭക്തനോട് ഭഗവാൻ തിരിച്ചെന്താണ് എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഭഗവാന്റെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് പിന്നെ പ്രഭുപാദ പറയുന്നുണ്ട്, ഇപ്പൊ സ്നേഹിക്കാനുള്ള ഒരു പ്രൊപ്പൻസിറ്റി അതെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതും, അത് നമ്മൾ ഈശ്വരനിലേക്ക് തിരിച്ചു വിട്ടില്ലെങ്കിൽ, കൃഷ്ണനിലേക്ക് തിരിച്ചു വിട്ടില്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ ഭൗതികമായിട്ട് പലതിലേക്ക് തിരിച്ചു വിടുകയും ഒരിക്കലും ആത്മാവിന് ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ഇല്ല. ആ ഒരു കാര്യം പ്രഭുപാദ ഇതില് പറയുന്നുണ്ട്. നമ്മള് ഭൗതിക ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അല്ലെ, വലിയൊരു പ്രശ്നമായിട്ട് കേൾക്കുന്നതൊക്കെ റിലേഷൻഷിപ്സ് ഇഷ്യൂസ് ആണ്. ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല്, ഇപ്പൊ ഏതൊരു ഭൗതിക ലോകത്തിലുള്ള ഏതൊരു ബന്ധത്തിലും പല സ്ഥലത്തും കോട്ട് ചെയ്ത് പറയുന്ന കാര്യമാണ് ഭക്തിരസാമൃത സിന്ധുവിലും അല്ലെ. ഭക്തിരസാമൃത സിന്ധു എന്ന് വെച്ചാൽ ഭക്തിയുടെ രസം നമുക്ക് എങ്ങനെ നുകരാം എന്ന് പഠിപ്പിച്ചിരുന്ന ഗ്രന്ഥമാണല്ലോ ഭക്തിരസാമൃത സിന്ധു, രൂപഗോസ്വാമിയല്ല എഴുതപ്പെട്ടത്. അപ്പൊ ആ ഭക്തിരസാമൃത സിന്ധുവിലും പറയുന്നുണ്ട് ഭക്തിയുടെ രസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഭഗവാനെ എങ്ങനെ, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ളത്. അപ്പൊ സാധാരണഗതിക്ക് ഏതൊരു ബന്ധത്തിലും നമ്മൾ നോക്കുന്ന എന്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടും. ഭൗതികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയാണ് അല്ലെ. എന്റെ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം കിട്ടണം. എങ്ങനെ സന്തോഷം കിട്ടും? ഈ ഒരു ബന്ധത്തിൽ കൂടെ എനിക്ക് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റും? അപ്പൊ ആ ഒരു തലത്തിലാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ അതിന് മുകളിലാണ് ഇപ്പൊ ഗോപികമാരുടെ ബന്ധമോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭഗവാന് എങ്ങനെ സന്തോഷം കൊടുക്കാം. അപ്പൊ ഭക്തിരസത്തിന്റെ ആ ഒരു വ്യത്യാസം അതാണ്. എന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം. അപ്പൊ ഗോപികമാർക്ക് അത് മാത്രമാണ് ചിന്ത. അവരൊരിക്കലും എനിക്കെങ്ങനെ സന്തോഷം അനുഭവം, ഇപ്പൊ രാസലീല പോയി ചെയ്തിട്ട് എനിക്കെങ്ങനെ സന്തോഷം കിട്ടുന്നൊന്നും ഗോപികമാര് അങ്ങനെയല്ല ചിന്തിക്കുക. കൃഷ്ണന് എങ്ങനെ ആനന്ദം നൽകാം. അപ്പൊ യശോദയാണെങ്കിൽ കൃഷ്ണൻ എങ്ങനെ ആനന്ദം നൽകാം, രാധാറാണി ആണെങ്കിൽ കൃഷ്ണൻ എങ്ങനെ ആനന്ദം നൽകാം. അപ്പൊ ഇവർ എല്ലാ സ്പിരിച്വൽ ആയിട്ടുള്ള പിന്നെ ഈ ഒരു ഭക്തിരസത്തിലെല്ലാം നമ്മൾ കാണുന്നത് ഭഗവാന്റെ ആനന്ദമാണ് ഭക്തൻ ടാർഗറ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് അതാണ് അല്ലെ. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ടാർഗറ്റുകളുണ്ട്. ജോലിക്ക് പോകുന്ന എനിക്കാണെങ്കിൽ എങ്ങനെ പ്രൊമോഷൻ ലഭിക്കും, കുട്ടികൾക്കാണെങ്കിൽ അടുത്ത പരീക്ഷ എങ്ങനെ ജയിച്ച് അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകും. അപ്പൊ അങ്ങനെ ഇതൊക്കെ പല പല ടാർഗറ്റുകളുണ്ട്. ഈ പരിശുദ്ധ ഭക്തന്മാർക്ക്, അതിൽ ഈ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഗോപികമാർക്ക്, അതിലും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള രാധാറാണിക്കൊക്കെ കറ കളഞ്ഞ രീതിയിലെ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയാണ് കൃഷ്ണന് ആനന്ദം നൽകാൻ സാധിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ലെവൽ അതാണ്. നമുക്കിവിടെ എന്താണ് അതിൽ കാര്യമെന്ന് നമുക്ക് തോന്നാം. അപ്പൊ അതിനെ കുറച്ച് നമ്മളൊന്ന് താഴ്ത്തിക്കൊണ്ടുവന്ന് നമ്മുടെ തലത്തിലേക്ക് വരുമ്പോ നമ്മള് സാധകരാണ് അല്ലെ, സാധകരാണ്. അപ്പൊ നമ്മള് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പൊ ശ്രീല പ്രഭുപാദർ ആചാര്യന്മാര് നമുക്ക് ഈ ഭക്തിയുടെ പ്രാക്ടീസ്, ഭക്തിരസാമൃത സിന്ധു അല്ലെ, അതുപോലെ തന്നെ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഉപദേശാമൃതം, അപ്പൊ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിൽ കൂടെയൊക്കെ നമ്മൾക്ക് ആചാര്യന്മാര് പഠിപ്പിച്ചിരുന്നത് ഈ ടോപ്പ് മോസ്റ്റ് ലെവൽ, ഭഗവാന് ഫുൾ സന്തോഷം കൊടുക്കുന്ന, ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്ന ടോപ്പ് മോസ്റ്റ് ഭക്തന്മാര് അതിന്റെ നമ്മുടെ തലത്തിലേക്ക് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ പോലും, ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ പോലും അത് എങ്ങനെയാണ് ഭഗവാന് ആനന്ദം
നൽകാൻ വേണ്ടി ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ബോധത്തോടുകൂടി, ആ ഒരു കോൺഷ്യസ്നെസ്സോടുകൂടി, അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ചൈതന്യ ചരിതാമൃതം വായിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇത് പല തരത്തിലും നമുക്ക് ചിന്തിക്കാം. ഇതൊക്കെ ചൈതന്യ ചരിതാമൃതം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊരു 4 പേര് കരുതിക്കോട്ടെ എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ കരുതാം. ഞാൻ അവിടെ പൊട്ടത്തനത്തിലാണ് പലതും വായിച്ചത്, നിങ്ങളൊക്കെ സഹിച്ചിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു ബോധത്തിൽ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഞാനൊരു നല്ല ജ്ഞാനി ആവട്ടെ, ഇതൊക്കെ നല്ല അറിവുള്ള വ്യക്തി ഞാൻ ആവട്ടെ എന്ന് വിചാരിച്ച് വായിക്കാം. ചൈതന്യ മഹാപ്രഭു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വായിക്കാം. പക്ഷേ അതിനു മുകളിൽ നമ്മൾ കരുതേണ്ടത്, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അത് മഹാപ്രഭുവിന് ആനന്ദം നൽകട്ടെ. മഹാപ്രഭുവിന് ആനന്ദം നൽകാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തിൽ. അപ്പൊ നമ്മുടെ ഓരോ സേവയും നമ്മൾ എന്ത് ചെയ്താലും ഭഗവാന് ആനന്ദം നൽകാൻ ആണ് ഞാനിത് ചെയ്യുന്നത്. ഈവൻ നമ്മളൊരു അമ്പലം ഒന്ന് തൂത്താലോ അല്ല ഒരു മാല കെട്ടിയിട്ടാലോ ഒക്കെ ഇത് ഭഗവാന് ആനന്ദം നൽകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നത്. കാരണം അതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉദ്ദേശം. ജ്ഞാനമല്ല, അല്ലേ? ജ്ഞാനമല്ല. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കാം എന്നുള്ളത് മാത്രമല്ല. കാരണം മനസ്സിലാക്കി വെച്ചിട്ട് മാത്രം എന്ത് കാര്യം? നമ്മുടെ ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചിട്ട് മാത്രം എന്ത് കാര്യം, അല്ലേ? നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഈ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതി പ്രഭുപാദർ തുടങ്ങി തന്നിട്ടുള്ളത്, നമ്മൾ അതിൽ വരുന്ന ഓരോ ഭക്തന്മാർക്കും ഈ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണപ്രേമം നൽകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതത്തിൽ കൂടെ നമുക്ക് വച്ചു നീട്ടുന്ന, കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന, നമ്മൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അൾട്ടിമേറ്റ്ലി നമുക്ക് ഏറ്റവും അവസാനം അന്തിമമായി നമുക്ക് കിട്ടേണ്ടത് കൃഷ്ണപ്രേമമാണ്. അത് സാധ്യമാകണം എന്നുള്ളതാണ്. പ്രഭുപാദർ അതിനുവേണ്ടിയാണ് കൃഷ്ണാബോധ സമിതി തുടങ്ങിയിട്ടുള്ളത്. നമ്മൾക്ക് ഓരോരുത്തർക്കും കൃഷ്ണപ്രേമം നൽകാൻ, അത് ലഭ്യമാകാനുള്ള സാധ്യത ഉണ്ടാക്കി തരാനാണ്. ചൈതന്യ മഹാപ്രഭു അതിനാണ് വന്നത്. ഇപ്പൊ ഈ ഒരു ലീലകളൊക്കെ ചൈതന്യ മഹാപ്രഭു ഒന്ന് ചെയ്തത് രാധാറാണിയുടെ ഭാവം അറിയാൻ വേണ്ടി മാത്രമോ? അത് മാത്രമല്ല, ഒരു റീസൺ മാത്രം, അതൊരു റീസൺ. പക്ഷെ പല റീസൺ ഭഗവാന്റെ അവതാരത്തിലുണ്ടെന്ന് പറയുന്ന പോലെ ഭൂമിയിൽ ഇവിടെ വന്ന് നമ്മൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നെങ്കിൽ, നമ്മൾക്ക് ഇത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നെങ്കിൽ, ചൈതന്യ ചരിതാമൃതം പഠിക്കാൻ സാധിക്കുന്നെങ്കിൽ, ഭഗവത്ഗീതയിൽ ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നിന്നെ എനിക്ക് ശരണം പ്രാപിക്കും, നിന്റെ പാപം എല്ലാം എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ അതീന്നും മുകളിലേക്ക്, പാപം മാത്രം പാപം എടുത്തിട്ട് കാര്യമില്ല, അതീന്നും മുകളിലേക്ക് പാപമൊക്കെ ഉണ്ടായാലും ഇല്ലായാലും ഭഗവാന്റെ പ്രേമം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. അതിനൊരു സാധ്യത അതാണ് ചൈതന്യ ചരിതാമൃതത്തിലൂടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്നത്. അത് അൺബിലീവബിൾ ആണ്. ഒരു ഭഗവാന് നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക്, അതീതഭാവന്മാരായിട്ടുള്ള നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക് എന്ത് തരാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഇത്ര വലിയൊരു സാധനം നമുക്ക് തരാൻ പറ്റുമെന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. നിങ്ങളുടെ പാപം എടുക്കാം എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി എത്രയോ വലിയ ലെവലിലാണ്, അല്ലേ? ആ ഒരു ഒരു എൻജോയ്മെന്റ്, സ്പിരിച്വാലിറ്റിയുടെ ഒരു എൻജോയ്മെന്റിന്റെ തലത്തിലേക്ക് നമ്മളെ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഗുരുവിന്റെ, ആത്മീയ ഗുരുവിന്റെ സഹായത്തോടു കൂടി ഈ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ പറഞ്ഞിട്ടുള്ള പോലെ നാമജപത്തിലൂടെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപത്തിലൂടെ നമുക്ക് ആ ഒരു തലം വരെ നമ്മൾ എത്തേണ്ട തലം നമ്മൾ എഴുതി ഉറപ്പിച്ചു വെക്കണം. ഞാൻ എത്തേണ്ട തലം ഇതാണ്, എന്റെ ഗോൾ ഇതാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിൽ നമ്മൾ മറന്നു പോകും. നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിലെ പ്രൊമോഷൻ,
കുട്ടിയുടെ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ് ആവല്, 10ാം ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സിലാവല്, കല്യാണം കഴിക്കൽ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞ് നമ്മുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളത് മെക്കാനിക്കലായിട്ട് ജപിക്കുന്നുണ്ടാവും രാവിലെ എണീറ്റ്. ഗുരുവിന് കൊടുത്ത വാക്കാണെന്ന് വെച്ചാൽ നമ്മൾ ജപിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ അത് എടുത്ത് നോക്കണം തുറന്നിട്ട്. എന്റെ ജീവിതത്തിന്റെ ഗോൾ എന്ന് പറയുന്നത് കൃഷ്ണപ്രേമമാണ്. പാപമെല്ലാം പോയി സ്വർഗത്തിൽ പോവല്ലോ, ഈവൻ വൈകുണ്ഠത്തിൽ പോവല്ലോ ഒന്നുമല്ല. കാരണം വൈകുണ്ഠത്തിലൊക്കെ പോവാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് വമ്പൻ ഓഫറാണ്, മെഗാ ഓഫറാണ്. അത് സാക്ഷാൽ ഭഗവത് പ്രേമം, ഭഗവാനുമായി പ്രേമത്തിൽ ഇടപെട്ട് ആ ഒരു ഒരു രുചി ആസ്വദിക്കാൻ ഒരു ഭക്തനെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ. ആ കൃപ നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ശീലപ്രഭുപാദരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യമായി സമയം കറക്റ്റ് ആണല്ലോ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ മാതാജി, വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. എന്നിരുന്നാലും കേട്ട ഭാഗം എല്ലാം വളരെ മനോഹരവും നന്നായി. അതിനു മുമ്പ് ഇവിടെ ആകെ കുഴപ്പത്തിലായിരുന്നു. ഇല്ല അതൊന്നും ഒരിക്കലും. എന്നിരുന്നാലും എടുത്തത് പ്രഭുപാദ് പറഞ്ഞാൽ കൃഷ്ണ കോൺഷ്യസ് ലൈക്ക് ലഡു, എനിവേർ യു ടച്ച് ഇറ്റ് വിൽ ബി മേക്ക് എ സ്വീറ്റ്. അതിനൊരു ചേഞ്ചും ഇല്ല എന്ന് പറയുന്ന പോലെ മാതാജി അത് എവിടെ തൊട്ടാലും മഹാപ്രഭു ആയതുകൊണ്ട് അത് മനോഹരമായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് മാജി പറഞ്ഞ പോലെ. ലൈഫിലെ എയിം, ഗോൾ സെറ്റിംഗ് എല്ലാം നമ്മൾ പലതും നമ്മളേതായ കാഴ്ചപ്പാടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ബട്ട് ഇതൊന്നും അല്ല മാജി പറഞ്ഞ ഇറ്റ് വാസ് എ യൂണിവേഴ്സൽ ഓഫർ ആണ് മഹാപ്രഭു നമ്മളെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ലവ് ഓഫ് ഗോഡ് ഹെഡ്. സത്യമാണ്. പിന്നെ അത് നമുക്കിനി അത് എപ്പോഴാണ് ഇത് ചെയ്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് നമ്മളെ കയ്യിൽ ഇല്ലേ താനും. അപ്പൊ ഈ കിട്ടിയ അവസരം ഉപയോഗിക്കാൻ കൃഷ്ണ കൃപയാൽ എല്ലാവരുടെയും അനുഗ്രഹത്താൽ സാധിക്കട്ടെ എന്ന് ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നു മാജി. നല്ല ക്ലാസ് ആയിരുന്നു. സോ നൈസ് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാംസ് മാതാജി. കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞ മാധുര്യ രസമാണോ? കൃഷ്ണപ്രേമം പലതരത്തിലാവാം. പക്ഷെ ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്നത് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള മാധുര്യ രസം തന്നെയാണ്. അതാണ് അതുവരെ നമ്മളെ കൊണ്ടെത്തിക്കും. ടോപ്പ് മോസ്റ്റ് മാധുര്യ രസമാണ്. ഈ പല രസങ്ങളും ടോപ്പ് മോസ്റ്റ് മാധുര്യ രസമാണ്. അത് തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അനുസരിച്ച് നമ്മൾ മാധുര്യ രസം അല്ല എന്നുണ്ടെങ്കിൽ can we reach there? കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലേക്ക് തന്നെയാണ് ഒരു ഭക്തൻ എത്തുക. പിന്നെ പക്ഷേ ഈ ഒരു ചോദ്യം ഒരു ക്ലാസ്സിൽ ചോദിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ സ്പീക്കർ പറഞ്ഞ ഉത്തരവും എന്റെ ഓർമ്മയിലുള്ളത് ഇങ്ങനെയാണ്. ഒരു ജീവാത്മാവ് ഒരു ആചാര്യനിലേക്ക് അട്രാക്റ്റഡ് ആവുകയും അല്ലെ ഒരു പ്രത്യേക പ്രാക്ടീസിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അവിടെ വരികയും ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അതുമായിട്ട് എന്തോ ബന്ധം ഉണ്ടാവും അല്ലെ. അപ്പൊ പല അപ്പൊ രൂപഗോസ്വാമിയുടെ ഫോളോവേഴ്സ് ആണ് നമ്മൾ രൂപാനുഗാസ് എന്നാണ് പറയുന്നത് അല്ലെ. രൂപഗോസ്വാമി എന്ന് പറയുന്നത് രൂപമഞ്ജരിയാണ്. ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം രൂപമഞ്ജരിയാണ് രൂപഗോസ്വാമി ആയിട്ട് വന്നിട്ടുള്ളത്. രൂപഗോസ്വാമി പറഞ്ഞു എഴുതി വെച്ചിട്ടുള്ള ഭക്താമൃത സിന്ധുവും ഒക്കെയാണ് നമ്മൾ പാലിക്കുന്നത്. അപ്പൊ രൂപാനുഗാസ് എന്നുള്ള രീതിയിൽ മൂഡ് ഇപ്പൊ ഗൗഡിയ വൈഷ്ണവസത്തിന്റെ മൂഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് തന്നെ രാധാകൃഷ്ണനെയാണ്. ഇപ്പൊ നമ്മള് ശ്രീ സമ്പ്രദായത്തിലാണെങ്കിൽ നമുക്കറിയാം വർഷിപ്പ് ചെയ്യുന്നത് നാരായണനെയും ലക്ഷ്മിയെയാണ്. അവിടെ മൂഡ് വേറെയാണ്. വൈകുണ്ഠമാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അവര് ഭയഭക്തിയോടുകൂടി ആണ് വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നെങ്കിലും
എനിക്കൊന്ന് ഒരു രീതിയിൽ അന്ന് ആ സ്പീക്കർ പറഞ്ഞ എങ്ങനെയാണ് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നെങ്കിൽ, ഒരു ആചാരനോട് ഒരു സമ്പ്രദായത്തിനോട് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നെങ്കിൽ ആ ആത്മാവിന് അത്തരത്തിലൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അത്തരത്തിലൊരു ഇൻക്ലിനേഷൻ ഇല്ല എങ്കിൽ ഗുരുവിന്റെ കൃപ കൊണ്ട് ഒക്കെ പോകേണ്ട ഇടത്തേക്ക് തന്നെ അവർ ഒരു പക്ഷേ പോകേണ്ട വഴിയില് വൈകുണ്ഠവാസമാണ് അവർക്കുള്ളതെങ്കിൽ അവർ അത്തരത്തിലൊക്കെ പോകുമായിരിക്കും. അതെനിക്ക് കൃത്യമായി പറയാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒരു സമ്പ്രദായത്തിലേക്ക് വരുമ്പോ എന്തെങ്കിലും ഒരു ഇൻക്ലിനേഷൻ അതിൽ ഉണ്ടാകും എന്നും പറഞ്ഞു. വേറെ ആർക്കെങ്കിലും ഇതിനൊരു ഉത്തരം പറയണമെങ്കിൽ പറയാം. എനിക്കിഷ്ടം. ഞങ്ങൾ ഇത് റിസർച്ച് ചെയ്തോണ്ടിരിക്കുക മാതാജി. പല ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം വെദർ വി ക്യാൻ ഗോ ഫ്രം വൺ പൊസിഷൻ ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. മാതാജി ഹരേ കൃഷ്ണ. മാതാജി പതിതവാന്താസ് മാതാജി പറയൂ. മാതാജി പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾ ഈ കോൺസെപ്ച്വൽ പൊസിഷന്റെ ഒറിജിനാലിറ്റിയും ഇല്ലെങ്കിൽ അതിന്റെ ഫൈനൽ റീച്ചിനെ കുറിച്ചാണ് ഡിസ്കഷൻ. പക്ഷെ എന്റെ ഒരു റിക്വസ്റ്റ്, ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്ത് ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ ഡീവിയേഷൻ ആവാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ബി സ്റ്റിക്ക് ഓൺ വേർ എവർ വി ആർ, ഡു അവർ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ കൃഷ്ണനെ അറിയാം നമ്മളുടെ ഇന്റൻസ് ഡിസയർ എന്താണ്. സോ ഈ വിൽ അപ്ഗ്രേഡ് എസ് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും, ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്ന മാജി, ഇത് നമ്മൾ ഒരുപാട് ഈ ഡിസയർ മാതാജിയുടെ ആ ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ഒരു ഇൻക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ബട്ട് ദ ടൈം വിൽ കം, ഇറ്റ് വിൽ റിവീൽ ടു യു. കാരണം നമ്മളിത് ഒരുപാട് സ്പീക്കേഴ്സ് ഇല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറെ സ്കാറ്റർ ആയി നിൽക്കും. നമുക്ക് ഇതാണോ, നമ്മൾ എത്തുമോ, നമ്മൾ അവിടെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു എന്താ പറയാ സ്പെക്കുലേഷൻ വരും. ഒന്ന് നമ്മളുടെ ഈ ഫെയ്ത്തിൽ ഒരു ഫ്ലിഞ്ചിങ് വരാൻ തുടങ്ങും. ആ ഫ്ലിഞ്ചിങ് നമ്മളെ ചിലപ്പോൾ കുറച്ചുകൂടി ഡ്രാഗ് ചെയ്ത് ഡൗൺ, അപ്പൊ ഇത് എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ തന്നെ നമ്മളെ ഇത് ചെയ്യാൻ തുടങ്ങും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സിംപ്ലി പ്ലീസിങ് കൃഷ്ണ ത്രൂ ഗുരു മഹാരാജ് മേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എവരിതിങ്, അത്രേ ഉള്ളൂ. ബാക്കി റെസ്റ്റ് ദേ വിൽ ടേക്ക് കെയർ. നമ്മൾ എവിടെ പോകണമെന്നുള്ള ഡിസൈർ അതിനും നമുക്ക് ആക്ച്വലി റൈറ്റ്സ് ഇല്ല. വേർ വി വാണ്ട് ടു ഗോ അതുപോലെ നമ്മൾ ആചാര്യന്മാർ നമ്മളോട് കടുപ്പിച്ച് പറയുന്നില്ല. നമ്മളുടെ ഒരേ ജോലി ഫോളോ ദ ഒബീഡിയന്റ് ഫോളോവർ ഓഫ് എ സ്പിരിച്വൽ മാസ്റ്റർ, ദാറ്റ്സ് ഓൾ. അത് ഗുരു മഹാരാജ് നമ്മളെ എവിടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അവരുടെ കയ്യിലാണ്. കൃഷ്ണൻ ഡിസൈഡ് ചെയ്യും നമ്മളെ എവിടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ഇനിയും കമന്റ്സ് നമുക്ക് ഇത് ചോദിക്കാം. ഇനിയും അടുത്ത വരുന്ന വേർഷൻസിൽ നമുക്ക് ധൈര്യമായിട്ട് ഇതേ ക്ലാസ്സസിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മൾ ഒരുപാട് സ്പെക്കുലേറ്റ് ഇല്ലെങ്കിൽ ഒരുപാട് അതിൽ കൂടുതൽ അറ്റാച്ച് ആയി പോയാൽ അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു ചേഞ്ചസ് വരാനും ഇല്ലെങ്കിൽ നമ്മളുടെ അതിനെ ഭക്തിനെ ഒന്ന് ഷേക്ക് ചെയ്യാനും ഒക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. മാജി ഹരേ കൃഷ്ണ. സോറി മാതാജി. ഹരേ കൃഷ്ണ. പദാം പ്രഭു, മാതാജി ഞാൻ വിത്ത് യുവർ പെർമിഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പദാം പ്രഭു പറഞ്ഞതിന്റെ കൂടെ. ഹരേ കൃഷ്ണ. പ്രഭാത് മാതാജി പറഞ്ഞോട്ടെ. ഞാൻ പദാം പ്രഭു പറഞ്ഞതില് ഒരു ശ്ലോകമുണ്ട്, നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ശ്ലോകമാണത്. സേവോൻ മുഹോഹി ജിഹ്വ സ്വയമേവ സ്ഫുരത്തിനാം. സേവനം നാക്കുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വയമേവ സ്ഫുരത്തി, നമ്മുടെ സ്മരണ നമുക്കത് വെളിവായി കിട്ടുമെന്നാണ്. അപ്പോ സ്വയമേവ വെളിവായി കിട്ടുമെന്നാ പറഞ്ഞത്. അപ്പോ അത് പദാം പ്രഭു പറഞ്ഞായിട്ട് കറക്റ്റ് സൂട്ടാണ്. കാരണം വെളിയിലുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ സ്വയമേ സേവനം കണ്ടിന്യൂ ചെയ്ത് നാക്കുകൊണ്ട്, പ്രത്യേകിച്ച് നാമജപവും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വയമേവ സ്ഫുരത്തി നിന്നാണ്. അപ്പൊ വെളിയിലുള്ള ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല, സ്വയമേ തന്നെ അത് നമുക്ക് സ്മരണയിൽ വരുമെന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രഭാ മാതാജി എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ മാതാജി. ഇൻ കണക്ഷൻ ടു ദിസ്, ഇപ്പൊ മാതാജി ഉമാജി ചോദിച്ച പോലെ ഇതേ ക്വസ്റ്റ്യൻ ഐന്ദ്ര പ്രഭുവിനും ഒരു പ്രാവശ്യം വരികയും അദ്ദേഹം അതിനെ എന്ത് പറയാൻ ഈ പറഞ്ഞ അക്വയർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഗൗർനിത്തായോട് പ്രേ ചെയ്യുകയും അദ്ദേഹത്തിന് അത് റിവീൽ ആവുകയും ചെയ്തു. പക്ഷെ അത്രയും ഇന്റൻസ് ഡിസയർ നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ബട്ട് ഐന്ദ്ര പ്രഭു അത് അച്ചീവ് ചെയ്തു. കാരണം വിത്തിൻ 2 days ഗൗർനിത്തായി അത് വെളിപ്പെടുത്തി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്, ക്ലാസ്സസിൽ കേട്ടിട്ടുമുണ്ട്. ഏത് മഞ്ജരിയാണ് ഞാൻ, ഇല്ലെങ്കിൽ ഏതാണ് എന്റെ റിയൽ ഫോം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയും 2 ദിവസം ഫുൾ ഫാസ്റ്റ് ചെയ്ത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആൻഡ് മെഡിറ്റേറ്റഡ് ടു ദ ലോർഡ്ഷിപ്പിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പക്ഷെ ആ ഒരു ഇന്റൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെയും കൃഷ്ണൻ ഹെൽപ്പ് ചെയ്യും
ഇല്ലെങ്കിൽ ആചാര്യന്മാർ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു മാധവി. ഹരേ കൃഷ്ണ. ഈ ചോദ്യം നമുക്ക് ചോദിച്ചോണ്ടേ ഇരിക്കാം മാതാജിക്ക്. പതിത പാവൻ പ്രഭു പറഞ്ഞ പോലെ മേ ബി ഒരുപാട് നമ്മൾ അതില് തല ആലോചിച്ച് യൂസ് ആവേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഒരു നേച്ചർ ഉണ്ടല്ലോ. ഒരു പക്ഷെ ഉമ മാതാജിയുടെ നേച്ചറിന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ മാതാജിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ചിലരുടെ നേച്ചർ അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു ക്ലിയർ ബെറ്റർ ആൻസർ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം. പക്ഷെ ഇതെല്ലാം ഇപ്പൊ കാര്യങ്ങളുണ്ട്. ഈവൻ നമ്മൾ മുരാരി ഗുപ്തയുടെ കഥ കേൾക്കുമല്ലോ. ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ മുരാരി ഗുപ്തയുടെ കഥ, മുരാരി ഗുപ്ത ഹനുമാനാണ് അല്ലെ. അപ്പൊ ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ നാമം ജപിക്കാനൊക്കെ പറയുന്നത് മുരാരി ഗുപ്തയ്ക്ക് ഒട്ടും പറ്റില്ല. രാമനാമം അല്ലാതെ കൃഷ്ണനാമം ജപിക്കാൻ പറ്റില്ല, കാരണം ഹനുമാനാണ്. മാതാജി. അത് അവസാനം മഹാപ്രഭു തന്നെ പെർമിറ്റ് ചെയ്യും രാമനെ വർഷിപ്പ് ചെയ്യണം, രാമനാമം തന്നെ വർഷിപ്പ് ചെയ്തോളൂ എന്ന് പറയാം. അപ്പൊ it's there. Finally, we have to depend on the Guru എന്നുള്ള തന്നെയാണ് ആൻസർ. The Guru has to reveal. Moreover, Mataji, ഗുരുവിലൂടെ നമ്മള് ഫൈനലി വി ആർ റീച്ചിങ് കൃഷ്ണ ഓൺലി. മേ ബി ലിറ്റിൽ ബിറ്റ് ഡിഫറൻസ് ഓഫ് ദ നേച്ചർ ഇല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ദ മൂഡ് എന്നുള്ളതേ ഉള്ളൂ. ബട്ട് വി ആർ അറ്റ് ദ ഫീറ്റ് ഓഫ് കൃഷ്ണ ഓൺലി. സോ ഫൈനലി അവർ ഗോൾ വിൽ ബി അച്ചീവ്ഡ്. കൺക്ലൂഡിംഗ് ആയിട്ട് I would say നമ്മുടെ സ്വരൂപം എന്തു തന്നെ ആയാലും നമ്മുടെ ആ ഒരു സ്പിരിച്വൽ യാത്രയില് ഗൗഡിയ സമ്പ്രദായത്തിൽ വരാൻ സാധിച്ചതും ചൈതന്യ മഹാപ്രഭുവായിട്ട് സംഘം ചെയ്യാൻ സാധിച്ചതും നമ്മുടെ ഒരു വൻ ഭാഗ്യമാണെന്ന് കരുതാനേ പറ്റുള്ളൂ. മുരാരി ഗുപ്ത ഹനുമാനായിട്ടും എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവുമായിട്ട് സംഘം ചെയ്യാനാണ് മുരാരി ഗുപ്തയായിട്ട് വന്നത്. അപ്പൊ സ്വരൂപം എന്തു തന്നെ ആയിക്കോട്ടെ, the chance to associate with ചൈതന്യ മഹാപ്രഭു, അത് ഈ ഒരു കലിയുഗത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു വൻ ഭാഗ്യം, വമ്പൻ ഓഫർ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭാമാജി. വളരെ മനോഹരമായ ഒരു ക്ലാസ് പറയുന്നു. കുറച്ച് നേരം താങ്ക് യു സോ മച്ച് കഥാമൃത പൂവൻ ഐശ്വര്യം. ഇത്രയും മനോഹരമായ ക്ലാസ് നമുക്ക് ഇനിയും വേണം മാതാജി. ഭഗവാന്റെ കൃപയാൽ കാരുണ്യം കാണിക്കണം. ഇനിയും മുന്നോട്ട് വരണം പ്ലീസ്. അങ്ങോട്ടല്ലേ കാരുണ്യം കാണിക്കുന്നത്, അങ്ങോട്ടല്ലല്ലോ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ.